നമുക്കിതെല്ലാം കൂടി ഒന്ന് ഉപ്പിടണം കേട്ടോ പറഞ്ഞേ. ഇത് കറക്റ്റ് അല്ലേ അമ്മ? ക്രിസ്പി ആയില്ലേ? കരിഞ്ഞു പോയോ? കാണിച്ചിരിക്കട്ടെ. ഹായ് ഗായ്സ്, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രിഞ്ചോൾ ഫ്രൈ ആണ്. അതിനായി ഞാൻ 2 ബ്രിഞ്ചോളം എടുക്കുന്നുള്ളൂ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. ഓക്കെ, നമ്മളിത് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. എന്ന് പറഞ്ഞ ഒരുപാട് കട്ടി കുറച്ചല്ല, കാണിച്ചു തരാവേ. ഫസ്റ്റ് പീസ് ഞാൻ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ഇടുന്നത്. അടുത്തത് കാണിച്ചു തരാം. കൈ മുറിയാതെ സൂക്ഷിക്കാം ആണ്. അങ്ങനത്തെ പീസസ് ആക്കി എടുക്കുവാണ്. ഓക്കെ, നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അതിനകത്ത് ഇതിന്റെ പൊടികളൊക്കെ ഇടാം. എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്. ഇത് വറുത്ത മുളക് പൊടിയാണ്. നിങ്ങളുടെ അതിലുള്ളത് ഇടുക. നിങ്ങൾക്ക് എരിയുടെ ആവശ്യത്തിന് നിങ്ങളിടുക. ഞാൻ അതിനകത്ത് എനിക്ക് കുറച്ച് സ്പൈസി ഇഷ്ടമാണ്, അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഓക്കെ, നല്ലപോലെ അടച്ചു വെക്കണേ കേട്ടല്ലേ, അമ്മ അടിക്കും. പിന്നെ മഞ്ഞപ്പൊടിയാണ് ഇടണ്ടേ. അത് കുറച്ച് ഇടുന്നുള്ളൂ. മഞ്ഞപ്പൊടി കൂടുതൽ ഇട്ടാൽ അതിന്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ഇടും. പിന്നെ ഇടുന്നത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇടുമ്പോ ഇതിനൊരു ടേസ്റ്റ് വേറെ ഭയങ്കര നല്ലൊരു ടേസ്റ്റ് വരും. എനിക്ക് എരി അതിന് യാതൊടിച്ചിട്ടേ. അമ്മ മസാലപ്പൊടി എവിടെ ഇരിക്കുക? ഓക്കെ, ഞാൻ കുറച്ച് മസാലപ്പൊടി ഇച്ചിരി ടേസ്റ്റിനായിട്ട് ഒരു 2 പിൻ. ഇത് കൈ കയറിണ്ടേ, ഇത്ര ഇടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കിതെല്ലാം കൂടി ഒന്ന് ഉപ്പിടണം കേട്ടോ പറഞ്ഞേ. ഉപ്പും ചേർത്ത് ഇനി ഞാൻ നന്നായിട്ട് മസാല വെച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇത് മുളകൊക്കെ ആക്കി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രിഞ്ചോള്. ഇത് കുറച്ച് സമയം ഒരു റെസ്റ്റ് ചെയ്യാം. ഇതൊരു 10-15 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഇത് ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, സമയമായിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. ഇതെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കുന്നത്. മിക്കുള്ളവർക്കും അറിയാൻ തോന്നുന്നത് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അതായത് ഇപ്പൊ അബ്രോഡൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കായാലും PGക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കായാലും എളുപ്പത്തിന് ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് വെച്ച് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ പാൻ വെച്ചിരിക്കുന്നത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മേത്ത് വീഴും കേട്ടോ, നമ്മളത് സൂക്ഷിച്ച് എണ്ണയിലോട്ട് ഇടുക. നമ്മള് കുറച്ചിടാം, എന്നിട്ട് നമുക്ക് എണ്ണ കറക്കി കൊടുക്കാം. ഇപ്പൊ ഇത്ര ഇതിനകത്ത് കൊള്ളുമെന്ന് തോന്നുന്നു. ഒരെണ്ണം കൂടി ഇടാൻ പറ്റും. നമുക്ക് വേണ്ട പാത്രം ഇങ്ങനെ ആക്കി കൊടുക്കണം. എണ്ണ എല്ലാടോ ഓടിപ്പോണു. ഓക്കെ, അതാവട്ടെ. അങ്ങനെ നമ്മളിത് തിരിച്ചിടാൻ പോവുകയാണ്. തിരിയുന്നില്ല. കരിഞ്ഞോ? എങ്ങനെ ഇരിക്കണം?
ആണ്ടല്ലോ സംക്രാന്തിക്കോ അടുക്കളയിൽ കയറുന്നേ. അപ്പൊ അതെങ്ങനെ? ഇല്ല, അത് നല്ല ടേസ്റ്റാ. കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. വാവ്, നല്ല ക്രിസ്പി ആയത്. ഓക്കെ, ആ സൈഡും ആവട്ടെ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ അമ്മ വരുന്നു? ഇത് കറക്റ്റല്ലേ അമ്മ? ക്രിസ്പി ആയില്ലേ? കരിഞ്ഞു പോയോ? കുഴപ്പമില്ല, ഞാൻ കാര്യം പറയുമായിരുന്നു. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. നമുക്കിനി കുറച്ചും കൂടി ഉണ്ട് എണ്ണയിൽ ഇടാനായിട്ട്. അപ്പൊ അതുകൂടി ഇട്ട് അതോടായിട്ട് നമുക്ക് പാക്ക് എടുക്കാം. ഓക്കെ, അമ്മയുടെ റിയൽ ഫേസ്. അമ്മ കുറച്ച് മുരിങ്ങേല ക്യാമറയിൽ എന്നെ കിട്ടുന്നുണ്ടോ? അമ്മ പറയുന്നത് വീഡിയോ എടുത്തിയാൽ ഇതെല്ലാം കട്ട് ചെയ്താണ്. ഇല്ല, ഞാനിടും. അമ്മ ക്യാമറ കാണിച്ചിരിക്കട്ടെ. ക്യാമറ കാണിച്ചിരിക്കട്ടെ. അമ്മ ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. പല്ലും പറിക്കാൻ പോയിട്ട് അതിന്റെ സന്തോഷം ഉണ്ട് കേട്ടോ. മനസ്സിൽ ബീഫ് ചിക്കനൊക്കെയാ. ചുണ്ടൊക്കെ പോ നോക്കൂ. ഇതാണ് അമ്മയുടെ റിയൽ ഫേസ്. മുരിങ്ങയില ഞാൻ കൊറേയൊക്കെ നന്നാക്കി കൊടുത്ത് കൊറേ ചെയ്തു തന്നില്ലയോ ഗൈസ്? നിങ്ങളിത് കണ്ടായിരുന്നോ? മൈക്ക് മേടിച്ചിരുന്നത് 2 എണ്ണം ഉണ്ട്, 1 എണ്ണേ വെച്ചിട്ടുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ വീഡിയോ എടുക്കാം. അതുകൊണ്ടാ നേരത്തെ ഓരോന്ന് പറയുമ്പോ അത്ര അങ്ങോട്ട് ക്ലിയർ ആവത്തില്ല. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ എന്നും കൂടി കമന്റ് ചെയ്യണേ, കമന്റ് ബിലോ. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക പ്ലീസ് ഗായ്സ്. അമ്മയ്ക്ക് വട്ടായെന്ന് അമ്മ പറയുന്നു. നമുക്കിതായിട്ടുണ്ട്. നമുക്കതും പ്ലേറ്റിംഗ്. വാ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് നമുക്ക് ആദ്യം അമ്മയ്ക്ക് കൊടുക്കാം, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് തന്നെ. വാ വാമ്മ, അത് കൈ കഴുക്. മുരിങ്ങാലയും കൊണ്ടാ വരുന്നത്. അമ്മ വാ അമ്മ ഒന്ന്. ഇത് ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. അമ്മ പോ, ഞാൻ തിന്ന. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ തിന്ന. ചൂടാ, തിന്നാൻ പാടാ. ഈ ഒരെണ്ണം തിന്നു നോക്കാം. അല്ലാതെ തിന്നു നോക്കണം. നമുക്ക് തിന്നു നോക്കാവേ. സൂപ്പർ ടേസ്റ്റ്. റിയൽ ഫേസ്. അമ്മ തിന്നേ.
അടിയിലെടുക്കുന്ന നല്ല എരിയുണ്ട്, കറക്റ്റ്. ചൂട് അമ്മ അടി ഇതിന് കരിഞ്ഞതൊന്നും എനിക്കണ്ട. അമ്മ അത് കരിഞ്ഞാണോ മൊരിഞ്ഞിയ? ഞങ്ങളെ നാട്ടിലൊക്കെ ഇത് കരിഞ്ഞ അത് നാടാ, അത് നല്ല മൊരിഞ്ഞ്. ചോറിന്റെ കൂടെ കഴിക്കാം. കൊള്ളാവോ? എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ. വാടകയ്ക്ക് എനിക്കൊരു തള്ളയെ വേണം. അങ്ങനെ അല്ല ഉണ്ടെങ്കിൽ കമന്റ് ഇല്ല. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എല്ലാവർക്കും നല്ല നള്ളമാരി, എനിക്ക് വാങ്ങണമെന്നോ ഇങ്ങനെ. ഓക്കെ ഗായ്സ്, നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ചോറിനോട് തിന്നും. ഓക്കെ ഗായ്സ്, നമ്മളാണെങ്കിൽ ബ്രിഞ്ചോൾ ഫ്രൈയും അമ്മ മുരിങ്ങേന തോരനും ഉണ്ടാക്കിയ ദിവസം നമുക്ക് ചോറ് കഴിക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മുടെ ബ്രിഞ്ചോൾ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ വരെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രിഞ്ചോളിനകത്തിരിക്കുന്ന സാധനം. അത് നമ്മൾ ചോറിലിട്ടു മുരിങ്ങയിലയും കൂടിട്ട് നമുക്ക് കഴിക്കാം. സൂപ്പറാ. നിങ്ങളെല്ലാം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്കാണെങ്കിൽ ബ്രിഞ്ചോളിന്റെ നടുക്കിരിക്കുന്ന സാധനം അരിഞ്ഞു പോവാ. നമ്മള് മാരിനേറ്റ് ചെയ്ത മസാലയൊക്കെ കാരണ്ട്. നിങ്ങളെല്ലാം ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമന്റ് ഇടൂ. ബൈ.